അതാണ് പ്രകൃതി. മലയാളത്തിലെ വലിയ കവികളിൽ ഒരാളായ എടശ്ശേരി ഒരു കവിത എഴുതിയിട്ടുണ്ട്, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്നാണ്. ഒരു മുത്തച്ഛൻ സ്കൂൾ തുറക്കുന്ന ദിവസം തൻ്റെ ചെറുമകനെ ആദ്യമായി വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ കവിതയുടെ പ്രമേയം. കവിത തുടങ്ങുമ്പോൾ മുത്തച്ഛൻ കുഞ്ഞിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ, ശ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിനക്ക് കിളിയുടെ വാക്കറിയാലോ, അതുകൊണ്ട് കിളിയോട് യാത്ര പറഞ്ഞു പോരൂ. അടുത്ത വരി: നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പാടെ പോയി കഴിഞ്ഞു നാനാജഗന്മനോരമ്യ ഭാഷ. പഠിച്ചു വരുമ്പോൾ വാക്കുണ്ടാവില്ല. കവിത അവസാനിക്കുന്നത് 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം കലർന്നു കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി എന്നാണ്. 50 കൊല്ലം മുമ്പ് ഒരുമിച്ചായിരുന്നു. പഠിച്ച് നിങ്ങൾ പണ്ഡിതനായപ്പോൾ, നിങ്ങൾക്ക് വേണ്ടത്ര വിവരമായപ്പോൾ ജന്തുവും മനുഷ്യനുമായി. ഈ വിച്ഛേദം ആധുനികതയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് എന്താണ് പ്രകൃതി എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നാം പരിശീലിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായ റെയ്മണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ കീവേഡ്സ് എന്ന പുസ്തകത്തിൽ നേച്ചർ എന്നുള്ള വാക്കിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്നാണ് നാം പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രകൃതി കാണാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിനൊന്നുകിൽ കടപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ കാട്ടിൽ പോകണം, അല്ലെങ്കിൽ ഈ സസ്യഹരിതാഭമായ ഒരു പുറംകാഴ്ചയാണ് പ്രകൃതി എന്ന് നമുക്ക് സാമാന്യമായ ഒരു തോന്നലുണ്ട്. അങ്ങനെ സസ്യഹരിതാഭമായ ഒരു അപരലോകമാണ് പ്രകൃതി എന്ന് കരുതുകയും നാം അല്ല എന്ന് തെറ്റായി ധരിക്കുകയും ചെയ്തുകൊണ്ടാണ് വാസ്തവത്തിൽ ആധുനിക മനുഷ്യവംശം പ്രകൃതിയെക്കുറിച്ചുള്ള ധാരണയെ രൂപപ്പെടുത്തിയത് എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമാണ്. കാരണം 19-ാം നൂറ്റാണ്ടിൽ തന്നെ വലിയ മനുഷ്യർക്ക് അറിയുമായിരുന്നു ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഞാൻ പരിസ്ഥിതി എന്നുള്ള വാക്കല്ല കേട്ടോ ഉപയോഗിക്കണത്, അത് 1960-കളോടെ രൂപപ്പെട്ട ഒരു വാക്കാണ്. അതിനു മുമ്പ് പ്രകൃതിയേ ഉള്ളൂ. ഈ പ്രകൃതിയുടെ മഹാപ്രകൃതിയുടെ ഭാഗമായ മനുഷ്യൻ എന്നതിൽ നിന്ന് മനുഷ്യകേന്ദ്രിതമായി തീരുന്ന പ്രകൃതി എന്നതിലേക്കുള്ള വഴിത്തിരിവ് കൂടിയാണ് പരിസ്ഥിതി എന്ന വാക്കിൻ്റെ വരവിന് പിന്നിലുള്ളത്. വാക്ക് വെറുതെ വരുന്നതല്ല. പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിലൊരു മനുഷ്യനില്ല. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിലൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യന് വേണ്ടി ചുറ്റുമുള്ള പ്രകൃതിയെ ഒരുക്കി വയ്ക്കുമ്പോഴാണ് എൻവയോൺമെൻറ്റ് വരുന്നത്. അങ്ങനെയാണ് 1950-കളായപ്പോഴേക്കും പ്രകൃതി എന്ന വാക്കിനെ പുറന്തള്ളി എൻവയോൺമെൻ്റ് എന്ന വാക്ക് കയറി വന്നത്. ലളിതമായിട്ട് വന്നതല്ല. ആ വരവിന് പുറകിൽ ഏതാണ്ടൊരു 2.5-3 നൂറ്റാണ്ട് കാലം കൊണ്ട് വികസിച്ചു വന്ന ഒരു ജീവിതക്രമത്തിൻ്റെ കാഴ്ചവട്ടം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാനതൊരു കുറ്റാണെന്ന് പറയല്ല, നിഷ്കളങ്കല്ല എന്ന് പറയാണ്. മുമ്പ് പ്രകൃതിയായിരുന്നു. അപ്പോൾ പ്രകൃതി എന്താണ്? 19-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ 200-ാം ജന്മവാർഷികമാണിപ്പോൾ, അത് കാൾ മാർക്സാണ്. മാർക്സ് പറഞ്ഞത് നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്നാണ്. മനുഷ്യൻ്റെ അജൈവ ശരീരമാണ് പ്രകൃതി. അതുകൊണ്ട് നിങ്ങൾ ഒരു ജൈവ ശരീരമായിരിക്കുകയും പ്രകൃതി അജൈവ ശരീരമായിരിക്കുകയും രണ്ടും കൂടി ചേർന്ന ഒരു പൂർണ്ണത ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പ്രകൃതിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം. അതുകൊണ്ട് നാം പ്രകൃതിക്ക് പുറത്തല്ല, നാം പ്രകൃതിക്കുള്ളിൽ പ്രകൃതിയായി നിലനിൽക്കുന്നു
എന്ന തിരിച്ചറിവ് വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നിർഭാഗ്യവശാൽ ആ തിരിച്ചറിവിൽ നിന്ന് ആധുനികതയോടൊപ്പം ആധുനിക സമൂഹത്തിൻ്റെ വികാസഗതികൾക്കൊപ്പം നാം അകന്നു പോവുകയും പ്രകൃതി ഒരു അപരരൂപമാണ് എന്ന് കരുതുകയും ഈ അപരരൂപത്തെ ഒന്നുകിൽ നിങ്ങൾക്ക് ആരാധിക്കാം, അല്ലെങ്കിൽ അതിനെ വിഭവസ്രോതസ്സായി ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കുകയും ഒരു ഭാഗത്ത് പ്രകൃതി ആരാധന വരികയും മറുഭാഗത്ത് പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗ്യത പെരുകി വരികയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ചൂഷണം എന്നുള്ള വാക്ക് മലയാളത്തിൽ ഒട്ടും നിഷേധസൂചനയില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു സന്ദർഭമേ ഉള്ളൂ. അത് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ചൂഷണം തെറ്റാണ്. നിങ്ങൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് ഔപചാരികമായിട്ടെങ്കിലും തെറ്റാണ്. ഔപചാരികമായിട്ടേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാ അർത്ഥത്തിലും ശരിയാണ്. അതുകൊണ്ടാണ് തപാൽ സമരം ഇത്രയും ദിവസം നടന്നിട്ടും നമ്മളെ അത് അലോസരപ്പെടുത്താത്തത്. അവർ ജോലി ചെയ്യുന്നത് 10,000 രൂപയ്ക്കാണ്. 2018 ഒരു ദിവസം അവർ 8-9 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. 10,000 രൂപയ്ക്കാണ്. 2018 അത് നമ്മെ അലോസരപ്പെടുത്തില്ല. എങ്കിലും ചൂഷണം തെറ്റായ ഒരാശയാണ് എന്ന് നമുക്ക് പൊതുവിൽ അറിയാം. അത് സ്ത്രീകളെ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം. എങ്കിലും അതാണ് നടക്കുക. ആ സംവിധാനത്തിൻ്റെ പേരാണ് കുടുംബം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അലോസരം വരുമെങ്കിലും അതിൽ വലിയൊരു സത്യമുണ്ട്. സ്ത്രീകളെ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നത്, കുട്ടികളെ മുതിർന്നവർ ചൂഷണം ചെയ്യുന്നത്, തൊഴിലാളികളെ മുതലാളിമാർ ചൂഷണം ചെയ്യുന്നത്, ഇതെല്ലാം തെറ്റാണ് എന്ന് പൊതുവെ ധരിക്കുമെങ്കിലും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ് എന്ന് നാം പൊതുവെ കരുതാറില്ല. മറിച്ച് അത് പ്രകൃതി വിഭവങ്ങളുടെ സ്വാഭാവികമായ ഒരു സാധ്യതയാണ്. അങ്ങനെ പ്രകൃതി ഒരു ഉപഭോഗ വസ്തുവാണ് എന്ന് കരുതുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യവംശത്തിന് കൂടുതൽ കൂടുതൽ മുന്നേറാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കാഴ്ചവട്ടം ലളിതമായി പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടോടെ ലോകത്ത് മേൽക്കൈ നേടുന്നുണ്ട്. തത്വചിന്തയിൽ അതിനെ ജ്ഞാനോദയം എന്നൊക്കെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കിയാൽ മുതലാളിത്തം എന്ന് പറയാം. സാമൂഹ്യ ചിന്തയുടെ ചരിത്രത്തിൽ ആധുനികത എന്ന് പറയും. ഇതെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് രൂപപ്പെടുത്തിയ പ്രകൃതി സങ്കല്പത്തിൽ പ്രകൃതിയുടെ ഈ അപരത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി തീർന്നു. നാം അല്ല പ്രകൃതി എന്നത് പ്രധാനപ്പെട്ട ഒരു ധാരണയായി തീർന്നു. അങ്ങനെ നാം അല്ലാത്ത പ്രകൃതിയോട് നാം എന്ത് ചെയ്യണം എന്ന ചോദ്യം ഉയർന്നു വരികയും നാം അല്ലാത്ത പ്രകൃതിയെ നാം ആരാധിക്കേണ്ടതാണ് എന്ന് ഒരു കൂട്ടർ കരുതുകയും നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് മറ്റൊരു കൂട്ടർ കരുതുകയും ഫലത്തിൽ പ്രകൃതി നമ്മളല്ല എന്ന ധാരണ ഉറച്ചു വരികയും ചെയ്തു. ഈ വിച്ഛേദത്തിലാണ് വാസ്തവത്തിൽ ആധുനികമായ മനുഷ്യബോധത്തിൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യമായ ദുരന്തങ്ങളുടെ വേരുകളുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ പുറത്തു വീശുന്ന കാറ്റാണ് എൻ്റെ ജീവവായുവായി തീരുന്നതെന്ന്, പുറത്തൊഴുകുന്ന ജലമാണ് എൻ്റെ ശരീരത്തിലെ ജലപ്രവാഹമായി തീരുന്നതെന്ന്, ഈ ഭൂമിയാണ് മജ്ജയും മാംസവുമായി തീരുന്നതെന്ന്, ഗുരുത്വാകർഷണം കൊണ്ടാണ് ഒരുപക്ഷെ നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് എന്ന്. അതുകൊണ്ട് പ്രകൃതി പുറമേ നിൽക്കുകയല്ല, പ്രകൃതി നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ നാം കൂടി ചേർന്നതാണ് പ്രകൃതി എന്ന് പൊതുവിൽ നമ്മെ ആരും പഠിപ്പിക്കില്ല. അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പുഴ എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ അത് മണൽ വാരാനുള്ളതാണ് എന്ന് വളരെ പെട്ടെന്ന് തോന്നും. ഞാനൊരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഭാരതപ്പുഴ വരണ്ട് കിടക്കുന്നു. സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് പാലത്തിൻ്റെ മുകളിൽ വണ്ടി കുറച്ച് നേരം ഇങ്ങനെ കിടന്ന സമയത്ത് എൻ്റെ അരികത്തിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എത്ര ലോഡ് മണലാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഒരു ഖേദമായിരുന്നു അത്, എത്ര ലോഡ് മണലാണ്. ഇങ്ങനെ ഉപയോഗ്യത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് പ്രകൃതി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമല്ല. ഒരു മരം കാണുമ്പോൾ അതെത്ര ക്യൂബിക്കാണ് എന്ന് സങ്കല്പിക്കാൻ, അങ്ങനെ ഓരോന്നും അങ്ങനെ സങ്കല്പിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടൊരു സമൂഹമാണ്, ഒരു ജീവിതബോധമാണ് നമ്മുടേത്. നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
പക്ഷെ പ്രകൃതിയിൽ മനുഷ്യൻ നടത്തിയ ഇടപെടൽ, മറ്റൊരാളുടെ വാക്കുകൾ കടമെടുത്തിട്ട് ഞാൻ പറയാം, അന്യഗ്രഹം കീഴടക്കിയ ജേതാവിനെ പോലെ, മറ്റൊരു രാഷ്ട്രം കീഴടക്കിയ സൈനിക തലവനെ പോലെ പ്രകൃതിയെ കീഴടക്കി എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത്. ഇത് 1883 എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിലെ വരികളാണ്. അന്യഗ്രഹം കീഴടക്കിയ ജേതാവിനെ പോലെ പ്രകൃതിയെ കീഴടക്കി എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത്. പ്രകൃതിയിൽ നാം നടത്തുന്ന ഇടപെടലുകളുടെ ഒന്നാമത്തെ ഫലം നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നതാണെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫലങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്തതും ഒന്നാമത്തെ നേട്ടങ്ങളെ എന്നേക്കുമായി തട്ടിക്കിഴിക്കാൻ പോന്നവയും ആയിരിക്കും. ആ തട്ടിക്കിഴിക്കലാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. അതിൻ്റെ പേരാണ് കാലാവസ്ഥാ വ്യതിയാനം. 18-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് ലോകം നീങ്ങുന്ന സമയത്ത് അന്തരീക്ഷവായുവിലെ കാർബണിൻ്റെ അളവ് 200 ppm ആണ്. ppm മീൻസ് പാർട്സ് പെർ മില്യൺ. ദശലക്ഷം കണങ്ങളിൽ എത്ര കാർബൺ കണങ്ങൾ എന്ന് നമുക്ക് വളരെ ലളിതമായിട്ടതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. 200 ppm ആണ്. 1990-കളാവുമ്പോഴേക്കും അത് 390 ppm-ഓളം എത്തി. അന്തരീക്ഷവായുവിന് താങ്ങാവുന്ന കാർബണിൻ്റെ അളവ്, പരമാവധി കാർബണിൻ്റെ അളവായി ശാസ്ത്ര സമൂഹം കണക്കാക്കിയിട്ടുള്ളത് 450 ppm ആണ്. 450 ppm എന്നത് ഒരു ഭൂമിയുടെ, പ്രപഞ്ചത്തിൻ്റെ ഒരു അതിർവരമ്പാണ്. അത് ഭേദിക്കപ്പെട്ടാൽ തിരിച്ചു പിടിക്കാനാവാത്ത മട്ടിൽ ഭൂമിയുടെ കാലാവസ്ഥാ ഘടനകൾ മാറിപ്പോകും. അതുകൊണ്ട് 2 ഡിഗ്രി സെൽഷ്യസിനപ്പുറത്തേക്ക് അന്തരീക്ഷതാപം ഉയർന്നുകൂടാ എന്ന് 1996 ക്യോട്ടോ ഉടമ്പടിയുടെ ചർച്ചാവേളയിൽ കണക്കാക്കപ്പെട്ടിരുന്നു. എങ്കിലും അത് പാലിക്കപ്പെടുകയുണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് 396 ആയത് ഇന്ന് 410 എന്നു മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല എന്ന് കരുതുന്ന ഭരണാധികാരികൾ ലോകത്ത് വളരെ കൂടുതൽ ഉണ്ടായി വരികയും ചെയ്തു. ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമില്ല, ഇത് അമേരിക്കക്കെതിരായ ഒരു ഗൂഢാലോചനയാണ് എന്നാണ്. അതോടെ പണ്ട് കവി പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാവുന്നു, ഭ്രാന്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന്. അങ്ങനെ ഒരു കവിതയിലൊരു വരിയുണ്ട്. വാസ്തവത്തിൽ പ്രശ്നത്തിൻ്റെ വേരുകൾ എവിടെയാണ്? നമ്മൾ ഇന്ന് ഓർക്കാത്തൊരു മനുഷ്യനെ കുറിച്ചിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ഒക്കെ പാഴായിപ്പോയ പേരുകളാണ്. മഹാത്മാ ഗോഡ്സേക്ക് ഗാന്ധിയേക്കാൾ വിലയുണ്ട്. ഗാന്ധി പണ്ട് 1909 ഇപ്പം 109 വർഷമായിരിക്കുന്നു, അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതി, ഹിന്ദു സ്വരാജ്. അന്ന് ലോകനാഗരികത ഇത്രയൊന്നും വളർന്നിട്ടില്ല. എങ്കിലും അദ്ദേഹം അതിലെഴുതിയ ഒരു ചെറിയ വാക്യം പ്രധാനപ്പെട്ടതാണ്. ദിസ് വേൾഡ് ഹാസ് ഇനഫ് ടു സാറ്റിസ്ഫൈ